നിലവിൽ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് സർവീസ് സെയിൽസ് വെച്ച് ഓല സജസ്റ്റബിൾ അല്ല. വണ്ടി എടുത്തിട്ട് അതൊരു ബേഡനായിട്ട് നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏകദേശം 2 lakhs-ഓളം മുടക്കി വണ്ടി എടുക്കുന്നതാണ്. ഇത് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഒല എടുക്കുന്നത്. പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. സർവീസ് ഒലയുടെ ഭാഗത്തുനിന്ന് തീരെ കൊള്ളത്തില്ല. സർവീസ് സെയിൽസ് ആൻഡ് സർവീസും കൊള്ളത്തില്ല, ആഫ്റ്റർ സെയിൽസ് സർവീസും കൊള്ളത്തില്ല. ഈ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടർ കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത്. വേറെ വണ്ടി ഇല്ലാതിരിക്കുകയാണ്. എന്താണ് കംപ്ലൈന്റ് എന്ന് അറിയത്തില്ല. ഇതിന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇവർക്കൊന്നും അറിയത്തില്ല. നമുക്ക് ഇതുവരെ സർവീസ് ചെയ്ത് തന്നിട്ടില്ല. അതായത് 1 കിലോമീറ്റർ ഓടുന്നതിന് 1% ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഒരു ലോങ് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ല. അതിന് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് ഇല്ല. ഹേ ഫോക്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടർബോ ഡ്രൈവ്. ഇന്ന് ഒരു കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്. ഓല S1 Pro Plus കസ്റ്റമറുടെ ഒരു റിവ്യൂ ആണ്. ആൻഡ് ദിസ് ഈസ് ജെബിൻ. ആക്ച്വലി പുള്ളിക്ക് 2 ഓലയുണ്ട്. S1 Proയും ഒന്ന് S1 Proയും ഫസ്റ്റ് ജനറേഷനും S1 Pro Plus തേർഡ് ജനറേഷനും. സോ എന്താണ് 2 ഓല, അതായത് S1 Proയും S1 Pro Plus തേർഡ് ജനറേഷനും മേടിക്കാനുള്ള കാരണം? അതായത് ഒരേ ബ്രാൻഡിൽ നിന്നുള്ള 2 ഡിഫറെൻറ്റ് മോഡൽസ്. ഫസ്റ്റ് ബ്രാൻഡ് വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ജനറേഷൻ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. S1 Pro Plus ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യാൻ 2022-ലാണ് അത് വാങ്ങുന്നത്. 22 മുതൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അതിന് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ലോക്കൽ യൂസ് മാത്രമേ ഉള്ളൂ, നോർമൽ യൂസുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് പറയുന്ന ആ ഒരു റേഞ്ചിന് അടുത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷന് കമ്പനി പറയുന്ന റേഞ്ച് 180 ആയിരുന്നു എക്കോയിൽ കിട്ടുന്ന റേഞ്ച്. നോർമലിൽ 135 കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 130 അടുത്ത് റേഞ്ച് അതിന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷന് വലിയ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. റേഞ്ച് നമ്മൾ പറഞ്ഞ അത്രയും റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുവരെ അതിന് സർവീസോ കാര്യങ്ങളോ ആയിട്ടൊന്നും വന്നിട്ടില്ല, കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഷോറൂമിലോ സർവീസ് സെൻറ്ററിലോ ഒന്നും പോകേണ്ടതായിട്ടോ അതിന് വന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തേർഡ് ജനറേഷൻ റേഞ്ച് കൂടി വന്നപ്പം നമുക്ക് റേഞ്ച് കൂടിയ ഒരു വണ്ടിയും കൂടെ വേണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഒരു വണ്ടി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഓല ഇറങ്ങുന്നതിന് മുമ്പ് ഏതർ എടുക്കാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. ഫസ്റ്റ് ജനറേഷനോ അതോ ഏതർ? ഫസ്റ്റ് ഓല മേടിക്കുന്നതിന് മുന്നേ അല്ലല്ല, സെക്കൻഡ് എടുക്കുന്ന സമയത്ത് ഏതർ ആയിരുന്നു ഫസ്റ്റ് കൺസെപ്റ്റ് നോക്കിയിരുന്നത്. അപ്പം ആ ടൈമിലാണ് ഓലയുടെ ഈ തേർഡ് ജെൻ ഇറങ്ങുന്നത്. അപ്പോൾ തേർഡ് ജെന്നിന് 320 അത്രയും ടോപ്പ് വേരിയന്റിന് 320 റേഞ്ച് പറയുന്നുണ്ട്. അപ്പം അത് നോക്കി അതെടുക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഇരുന്നത്. അപ്പം അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 320 റേഞ്ച് വരുന്നത്. അപ്പോഴാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് 242 റേഞ്ച് ഇതിന് കിട്ടുന്നത്. S1 Pro Plus 5 kW ബാറ്ററി പാക്കപ്പ് വരുന്ന മോഡലാണിത്. ഇതിന് 245 ആണ് കമ്പനി പറയുന്ന റേഞ്ച്. അപ്പം ആ ഒരു റേഞ്ച് നമുക്ക് ഓക്കെ ആണ് എന്നുള്ള ഇതിലാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പം ഇതെടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ജനുവരിയിലാണ് ഓല ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്ത് വണ്ടി സെയിൽ തുടങ്ങുന്ന സമയത്ത് ഫെബ്രുവരിയിൽ ഞങ്ങൾ ഫെബ്രുവരി 14-ന് ബുക്ക് ചെയ്ത് ഈ വണ്ടി. ബുക്ക് ചെയ്ത ടൈമിൽ വണ്ടിയുടെ ഡെലിവറി പറയുന്നത് മാർച്ചിലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇത് ബുക്ക് ചെയ്തു. ഓക്കെ. സോ എന്തുകൊണ്ടാണ് ഏതറുണ്ട്, നമുക്ക് TVS ഉണ്ട്, ചേതക്കുണ്ട്, മറ്റു ബ്രാൻഡ്സ് നിരവധിയുണ്ട്, എന്തുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് ഓല എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് വരാൻ? അത് 2 വാഹനം ഓൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വാഹനം മേടിക്കുന്ന സമയത്ത്, ഇലക്ട്രിക് മേടിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വണ്ടികളും ഒന്ന് കമ്പാരിസൺ ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ് ഏതർ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡ് നോക്കാതെ കമ്പാരിസൺ ചെയ്തപ്പം നോക്കിയത് ഒന്ന് വണ്ടിയുടെ റേഞ്ചാണ്. ഓലയ്ക്ക് മാത്രമേ ഇത്രയും റേഞ്ച് പറയുന്നുള്ളൂ. ആ പറയുന്ന റേഞ്ച് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഒല എടുക്കുന്നത്. പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ എടുക്കുമ്പം ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം
തേർഡ് ജനറേഷൻ ഇറക്കിയപ്പം ആ ഒരു റേഞ്ച് കമ്പനി പറയുന്നതിനടുത്ത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇതിൻ്റെ തേർഡ് ജെൻ എടുക്കുന്നത്. അപ്പോൾ ഏതർ നോക്കി ഏതറായിരുന്നു ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ ഏതറിന് അത്ര റേഞ്ച് കിട്ടുന്നില്ല. iQube നോക്കിയിരുന്നു, iQubeനും ഈ റേഞ്ച് വരുന്നില്ല, 150 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. റേഞ്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഓലയ്ക്കാണ് റേഞ്ച് കൂടുതൽ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തതിന് ശേഷമാണ് അൾട്രാ വയലറ്റ് ലോഞ്ച് ആവുന്നത്. അത് ലോഞ്ച് ചെയ്തപ്പം അത് എടുക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ കൺഫേം ചെയ്തത്. ഇത് കൺഫേം ചെയ്തിട്ടും ഇത് കിട്ടാൻ ഏകദേശം 2 മാസത്തിന് മുകളിൽ ഡിലേ വന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീണ്ടും റീതിങ്ക് ചെയ്തിരുന്നു, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അൾട്രാ വയലറ്റ് എടുത്താൽ മതിയിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു. കാരണം സർവീസ് ഒലയുടെ ഭാഗത്തുനിന്ന് തീരെ കൊള്ളത്തില്ല. സർവീസ് സെയിൽസ് ആൻഡ് സർവീസും കൊള്ളത്തില്ല, ആഫ്റ്റർ സെയിൽസ് സർവീസും കൊള്ളത്തില്ല, രണ്ടും ഫ്ലോപ്പാണ്. അതിപ്പം ഞാൻ എടുക്കുന്ന ടൈമിൽ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ഒലയുടെ സർവീസ് ഫ്ലോപ്പാണ്. എനിക്കപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ സർവീസിനായിട്ട് പോകേണ്ട വരാത്തതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ റിവ്യൂസ് മാത്രമാണ് നോക്കിയത്. അപ്പോൾ അതിൽ ആൾക്കാർ ഒത്തിരി പറഞ്ഞിരുന്നു ഒലയുടെ സർവീസ് കൊള്ളില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു റീസെൻ്റ്ലി ഒത്തിരി സർവീസ് സെൻ്ററുകളൊക്കെ പുതുതായിട്ട് വന്നു, ഓല മെച്ചപ്പെടുന്നു എന്നൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാം. ഓല ലോഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു നോയ്സ് കേൾപ്പിച്ചത് ഇതിൻ്റെ സർവീസും ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടിനെ കുറിച്ചാണ്. എന്താണ് ഫസ്റ്റ് ജനറേഷൻ വേഴ്സസ് തേർഡ് ജനറേഷൻ വരുമ്പോൾ 2 വാഹനം ഓൺ ചെയ്യുമ്പോൾ എന്താണ് ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു ഫീഡ്ബാക്ക്? ഞാൻ ഫസ്റ്റ് വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സർവീസായിട്ട് ഷോറൂമിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് വാഹനത്തിന് ഷോറൂമിൽ പോയിട്ട് വന്നിട്ടില്ല. എത്ര റേഞ്ച് ആയിരുന്നു? അത് 180 ആണ് റേഞ്ച് കമ്പനി പറയുന്നത്. എക്കോയിൽ നോർമലിൽ 135. അതാണ് ഒരു 150 135 ഇൻ ബിറ്റ്വീൻ കിട്ടും റേഞ്ച് കിട്ടും. എന്ത് പ്രൈസിലാണ്? അന്ന് 1,47,000 അതിനാണ് എടുത്തത്. 2022 അത് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് നമ്മൾ ലോക്കൽ യൂസ് മാത്രമേ ഉള്ളൂ, വലിയ ലോങ് റേഞ്ച് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കംപ്ലൈൻറ്റ് കണ്ടിട്ടില്ല വണ്ടിക്ക്. നമ്മൾ ചാർജ് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ആകപ്പാടെ അതിൻ്റെ ടയർ മാറിയിട്ടുണ്ട്. അത് ടയർ മാറിയിട്ടില്ല. എത്ര കിലോമീറ്ററായി? ഏകദേശം 20,000 കിലോമീറ്ററോ അത്രേ ആയിട്ടുള്ളൂ. 3 വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. നമ്മളങ്ങനെ വലിയ ഓട്ടോ ഇല്ല. അപ്പോൾ ആ റേഞ്ച് കമ്പനി പറയുന്നത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ല. കംപ്ലൈൻറ്റിനായിട്ട് സർവീസിന് പോയിട്ടില്ല. ഒത്തിരി പേര് പറഞ്ഞു കംപ്ലൈൻ്റ് ഉണ്ട്, സർവീസ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ഡേ കിട്ടത്തില്ല, ഡിലേ വരുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് ബോധേഡ് ആയിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ഒത്തിരി കംപ്ലൈൻറ്റ് ഇങ്ങനെ കേട്ടു. അപ്പോൾ ആ ടൈമിലാണ് ഓല കൂടുതൽ സർവീസ് സെൻ്ററുകൾ ഓപ്പൺ ചെയ്തു, സർവീസ് ഇച്ചിരി കൂടെ ബെറ്ററായി എന്ന് കുറേ റിവ്യൂ കണ്ടു. അപ്പം ഇനി നമ്മൾ പുതിയതെടുക്കുമ്പോഴും അതിന് വലിയ ഇഷ്യൂസ് വരത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പുതിയ വണ്ടി തേർഡ് ജനറേഷൻ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എടുത്ത സെയിം എക്സ്പീരിയൻസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ വണ്ടി ബുക്ക് എടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ടൈമിൽ നമ്മൾ എടുത്ത് ഏകദേശം ഒരു വണ്ടി ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 15-20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് വണ്ടി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ തേർഡ് ജനറേഷൻ എടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് തേർഡ് ജനറേഷൻ ബുക്ക് ചെയ്ത് ഫെബ്രുവരി 14 ബുക്ക് ചെയ്ത് എനിക്ക് വണ്ടി ഡെലിവറി ചെയ്തത് April 17 ഫെബ്രുവരി ബുക്ക് ചെയ്ത് ഏപ്രിലിന് ആണ് കിട്ടിയത്. അതായത് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഷോറൂമിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത് March 1 വണ്ടി കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ കിട്ടും. അതെ, ഒരു മാസമല്ല, March 1 വീക്ക് വണ്ടി കിട്ടും. അതായത് ഫെബ്രുവരി 14 ഞാൻ ബുക്ക് ചെയ്തത്. വിത്തിൻ 1 മന്ത് March 1 വീക്കിൽ തന്നെ വണ്ടി കിട്ടും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നത്. അതേപോലെ ബുക്ക് ചെയ്ത ടൈമിലും ഇവരുടെ ഓലയുടെ സർവീസ് സെൻറ്റർ സൈഡിൽ നിന്ന് നമ്മളെ അറിയിച്ചതും March 1 വണ്ടി ഡെലിവറിയാണ് എസ്റ്റിമേറ്റഡ് റേറ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വണ്ടി എടുത്തത്. അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. വണ്ടി കണ്ടിട്ടില്ല, വണ്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, ടെസ്റ്റ് ഡ്രൈവ് ഇല്ല, ഒന്നുമില്ല. ഫസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. കാരണം വണ്ടി എക്സ്പീരിയൻസ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഓടിച്ച് നോക്കി, വണ്ടി ഇഷ്ടപ്പെട്ടിട്ടാണ് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത്. ഈ തേർഡിലേക്ക് വന്നപ്പോൾ നമുക്ക് വണ്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വണ്ടി ജസ്റ്റ് ഒല പറയുന്നത് വിശ്വസിച്ച് വണ്ടി നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ട്
ഇപ്പോൾ എടുക്കുകയാണ്. നമുക്ക് വേറെ ഇത് റിവ്യൂസ് നോക്കാൻ റിവ്യൂസ് ഒന്നും ഇല്ല. വണ്ടി അതായത് മീഡിയാസിന് പോലും വണ്ടി കൊടുത്തിട്ടില്ല, വാക്കർ കൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്ത ആ ഒരു ബേസിലും ഇതിന് റേഞ്ച് കൂടുതലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് വണ്ടി ഏകദേശം 20 ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തതാണ് ഫസ്റ്റ് ബുക്ക് ചെയ്ത വണ്ടി 2022. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്യുന്നത്. ഇത് February 14 ബുക്ക് ചെയ്ത് നമുക്ക് April 17 വണ്ടി കിട്ടുന്നത്. ഏകദേശം 2 മാസത്തിലധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കമ്പനി പറഞ്ഞ ഡേറ്റ് വണ്ടി കിട്ടിയില്ല. നമ്മൾ കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ റെസ്പോൺസും ഇല്ല. അതെ, ഞാൻ ഡയറക്റ്റ് ഷോറൂമിൽ എനിക്ക് തോന്നുന്നു ഒരു 10-50 പ്രാവശ്യത്തിന് മേളിൽ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർക്കൊരു റെസ്പോൺസും ഇല്ല. ഇന്ന് വരും, നാളെ വരും, 2 ദിവസത്തിന് ഇപ്പോൾ വരും. ഇതിങ്ങനെ പറച്ചിലല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. ഇന്ന് നാളെ സാർ നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ഒരു എക്സാക്റ്റ് ഡേറ്റോ എക്സാക്റ്റ് ടൈമോ ഒന്നും ഷോറൂമിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ ഒലയ്ക്ക് കുറേ മെയിൽ അയച്ചു, ഒലയുടെ പേജുകളിലെല്ലാം മെസ്സേജ് അയച്ചു, ഒന്നിനും നോ റെസ്പോൺസ്. അല്ലെങ്കിൽ ഒലയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച ഒരു കോൾ പോലും വന്നില്ല. എന്താണ് പ്രശ്നം വിളിച്ചിട്ട് പോലും അതെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഒരു കസ്റ്റമർ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്ത് വണ്ടി കാണാതെ, വണ്ടി എങ്ങനെ ഉണ്ടെന്നറിയാതെ, ഓടിച്ചു നോക്കാതെ അഡ്വാൻസ് പേയ്മെന്റ് 2 months ബിഫോർ പേയ്മെന്റ് ചെയ്ത് എടുക്കുന്ന ഒരു വണ്ടിക്ക് യാതൊരുവിധ റെസ്പോൺസും, അതായത് സെയിൽസ് റെസ്പോൺസ് ഒന്നും ഒരേയുടെ ഭാഗത്തു നിന്ന്. പേയ്മെന്റ് വരുമ്പോൾ പേയ്മെന്റിന്റെ കാര്യം ഞാൻ ചോദിക്കാം. ഫുൾ അഡ്വാൻസ് ആയിരുന്നു എങ്ങനെ? ഫുൾ അഡ്വാൻസ് പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. 180 1,80,1,000 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പേയ്മെന്റ് വന്നു. ഏകദേശം ഇതിന് 2 ലക്ഷം രൂപയാണ് ഇപ്പം ഇതിന്റെ റേഞ്ച്. ലോഞ്ച് സമയത്ത് 180. അതെ, ലോഞ്ചിങ് ടൈമിൽ ആ ഒരു ഓഫർ ടൈമിലാണ് 180ക്ക് നമുക്ക് കിട്ടുന്നത്. അത്രയും എമൗണ്ട് നമ്മൾ കൊടുത്ത് ഫുൾ പേയ്മെന്റ് അന്ന് തന്നെ പേയ്മെന്റ് ക്ലിയർ ചെയ്ത് നമ്മൾ റെസിപ്റ്റ് മേടിച്ചാണ്. അത്രയും നമ്മൾ 2 മാസം മുമ്പ് വണ്ടി കാണാതെ കാശ് കൊടുത്തിട്ട് നമുക്ക് 2 മാസത്തിന് മേളിൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം വണ്ടി ഇന്നാണ് വരുന്നത്, അപ്പോൾ നമ്മൾ വെയിറ്റ് ആയി. ഇത് നമ്മളോട് വിത്തിൻ 1 month വണ്ടി കിട്ടും എന്ന് അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ കസ്റ്റമറിന് അതൊരു വലിയ ബേഡനാണ്. നമ്മൾ ഒരു വണ്ടി ഇതിനു മുമ്പ് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടർ കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത്. വേറെ വണ്ടി ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഇവര് മാർച്ച് തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മാർച്ചിൽ ആ സ്കൂട്ടർ കൊടുക്കുന്നത്. അപ്പോൾ ആ സ്കൂട്ടർ കൊടുത്തിട്ട് വേറൊരു വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് വലിയൊരു ബേഡനാണ്. എന്നാൽ സാർ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു കംപ്ലൈൻ്റ് ആണ്, ഇത്രയും ഡിലേ എടുക്കും എന്നൊരു എക്സാക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഇന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പറയും നാളെ തരാം, നാളെ വിളിക്കുമ്പോൾ പറയും സാർ 2 ദിവസത്തിനുള്ളിൽ തരും. ഇത് തന്നെയാണ്. വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഇവരുടെ സർവീസ് സെൻറ്റർ വന്നിട്ടുണ്ട്, ഓരോ സ്ഥലം ഇങ്ങനെ പറയുന്നതല്ലാതെ നമുക്കിതിൻ്റെ യാതൊരു ഫോളോ അപ്പ്. ഏറ്റവും ഒടുവിൽ ഞാൻ വണ്ടി നിങ്ങൾക്കിടെ വേണ്ട, എനിക്ക് ക്യാൻസൽ ചെയ്യണം എന്നും പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി എനിക്കൊരു കോള് വരുന്നത്. അതായത് ഒരു സൺഡേ മോർണിംഗ് ഞാൻ എക്സ്പീരിയൻസ് സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു എനിക്കിനി വണ്ടി വേണ്ട. എനിക്ക് തോന്നുന്നു മാർച്ച് 20th കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് വണ്ടി ഇനി വേണ്ട, നിങ്ങൾ ഇതുവരെ ഡിലേ ആയി, എനിക്കിനി വണ്ടി വേണ്ട എന്ന് ഞാൻ ആ സമയത്താണ് അൾട്രാ വയലറ്റിൻ്റെ റിവ്യൂസൊക്കെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തു അത് ഇനി എന്തായാലും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പം അത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള ഇതിൽ എനിക്ക് വണ്ടി വേണ്ട എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു. ക്യാഷ് പോയെങ്കിൽ പോക്കോട്ടെ, എനിക്ക് വണ്ടി വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഒരു 15-20 മിനിറ്റിനുള്ളിൽ എനിക്ക് രജിസ്ട്രേഷന് വേണ്ടി ഒരു കോൾ വന്നു. രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് 1 മാസത്തോളം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇരുന്നത്. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നാലേ, നമ്മൾ അങ്ങോട്ട് അവരോട് ചോദിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടക്കാൻ. അതെ, നമ്മൾ അതിന്റെ പുറകെ. ആ സമയത്ത് ഞാൻ ഒത്തിരി റിവ്യൂസ് കണ്ടു, യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരു പ്രോപ്പറായിട്ടൊരു റെസ്പോൺസ് ഈ ഷോറൂമിൽ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് സാർ ഇന്നതാണ് പ്രശ്നം, ഇത്ര ദിവസത്തിനുള്ളിൽ വണ്ടി വരും, ഒരു എക്സാക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ആ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. ഇത് ഇന്ന് വരും നാളെ വരും എന്ന് പറയുമ്പോൾ കസ്റ്റമർ ആ നാളത്തേന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഞാൻ വണ്ടി ഇവിടെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ വന്നതിന് ശേഷം പോലും വണ്ടിക്ക് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞ് ഏകദേശം ഒരു 2-3 ആഴ്ചത്തോളം എന്നെ വെയിറ്റ് ചെയ്യിച്ചു. അപ്പം ഞാൻ എന്ന് വരും എന്ന് ചോദിച്ചപ്പോൾ സാർ നാളെ വരും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു, ഫാൻസി നമ്പർ സെലക്ട് ചെയ്യുമായിരുന്നു. അത് സെലക്ട് ചെയ്ത് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് റെസിപ്റ്റും കൊടുത്തിട്ട് നമ്പർ പ്ലേറ്റ് വരാൻ വേണ്ടി തന്നെ 2 ആഴ്ച എനിക്ക് വണ്ടി കിട്ടിയതിന് ശേഷം. അതെ, വണ്ടി കിട്ടിയതിന് ശേഷം നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി തന്നെ 2 ആഴ്ച വെയിറ്റ് ചെയ്തു. വണ്ടിയുടെ സർവീസ് സെൻറ്ററിൽ വന്ന് വണ്ടി ഞാൻ നേരിട്ട് കണ്ടു. ഇവിടെ നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി തന്നെ നമ്പർ പ്ലേറ്റ് ഇവർ കൊച്ചിയിൽ എന്തോ ആണ് ചെയ്യുന്നത്, അവിടുന്ന് കൊറിയർ ത്രൂ അയച്ചു തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി 2 ആഴ്ച ചെയ്തു. അത്
ഞാൻ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു സാർ 3 ദിവസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത് കിട്ടും, 3 ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എനിക്ക് 2 ആഴ്ച പിടിച്ചു. അതാണ് വണ്ടി കിട്ടിയതിന് ശേഷം ഇപ്പം സർവീസ് സെൻറ്ററിലാണെങ്കിൽ ഞാൻ 2 ഹെൽമെറ്റാണ് കമ്പനി നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. പക്ഷേ എനിക്ക് ഒരു ഹെൽമെറ്റേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും. അത് ചോദിക്കുമ്പോൾ പറയുന്നത് സ്റ്റോക്ക് വന്നിട്ടില്ല എന്ന് പറയാം. വണ്ടിയുടെ കൂട്ടത്തിൽ വരുന്ന ഹെൽമെറ്റാണ്, പക്ഷെ അത് ഇപ്പോഴും സ്റ്റോക്ക് വന്നിട്ടില്ല എന്ന് പറയാം. ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു ഹെൽമെറ്റ് മാത്രമേ ഓലയുടേതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം സെയിൽസ് സർവീസ് കൊള്ളത്തില്ല. അതിന് ശേഷമാണ് ഞാൻ വണ്ടി കിട്ടിയതിന് ശേഷം കംപ്ലൈൻ്റ് ആയിട്ട് സർവീസ് സെൻറ്ററിൽ പോയത്. സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർ പറയുന്നത് ഓലയുടെ 3rd ജനറേഷൻ സർവീസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് വണ്ടി കസ്റ്റമറിന് കൊടുത്തിട്ട് വണ്ടിയുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെയാണ് വണ്ടി സെയിൽ ചെയ്യുന്നത്? വണ്ടി ഞാൻ എടുത്തപ്പം ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ജനറേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ കസ്റ്റമർ ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിട്ടില്ല. ജനറേഷനിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന ബുക്കിങ്ങിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കൂടുന്നു, 2 ഹെൽമെറ്റ് പറഞ്ഞിട്ട് 1 ഹെൽമെറ്റേ കിട്ടുന്നുള്ളൂ, സർവീസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിലവിൽ സർവീസ് ഇല്ല. ഞാൻ ചെന്നപ്പോൾ അവിടെ സർവീസ് 3rd ജനറേഷനിൽ സർവീസ് ചെയ്യുന്നില്ലെന്നാണ് സർവീസ് സെൻറ്ററിൽ പറഞ്ഞത്. അത് നേരെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയുന്നത് സാർ ഒന്നെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ തൃശ്ശൂർ കൊണ്ടുപോകുക, അവിടെ ചെയ്തു തരും.